അപ്പോൾ ഗൈസ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന നത്തിങ്ങിന്റെ CMF ഫോൺ 1 ആണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. ഈ ഫോൺ വാങ്ങുന്നത് അമ്മയുടെ ഫോൺ അടിച്ചു പോയപ്പോൾ അമ്മയ്ക്ക് ഒരു പുതിയ ഫോൺ വേണമല്ലോ എന്ന് നോക്കിയപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന ഒരു നല്ല ഫോൺ എന്ന് നോക്കിയപ്പോൾ ഇതെന്റെ കണ്ണിൽ ഉടക്കിയത്. ഈ ഫോൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പുതിയ ബ്രാൻഡായിട്ടുള്ള നത്തിങ്, നമ്മുടെ ലൈറ്റ് എത്തുന്ന നത്തിങ് ഫോണിന്റെ CMF എന്ന് പറയുന്ന ഒരു സബ് ബ്രാൻഡ് ഉണ്ടാക്കിയ ഒരു ഫോണാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 6GB 128GB വേരിയന്റ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു നോർമൽ യൂസിന് ഇതൊക്കെ തന്നെ ധാരാളമാണ്. അതുപോലെ വന്നിരിക്കുന്ന ചിപ്സെറ്റ് ഡയമൻസിറ്റി 7300 ആണ്. ഡയമൻസിറ്റി 7300 എന്ന് പറയുന്നത് അത്ര വലിയ പവർഫുൾ ചിപ്സെറ്റ് ഒന്നും അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഡെയിലി ഡ്രൈവായിട്ട് നോർമൽ യൂസേജിന് വാട്സപ്പ്, കോളിംഗ് അങ്ങനെയുള്ള നോർമൽ യൂസേജിനൊക്കെ പറ്റിയൊരു ഫോൺ തന്നെയാണ്. പഴയൊരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയോണ്ട് തന്നെ എനിക്കിത് ഏകദേശം 14,000 രൂപയ്ക്കാണ് കിട്ടിയത്. 14,000 രൂപയ്ക്ക് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണ്. കാരണം 20,000 രൂപയുടെ താഴെ നമുക്ക് അത്ര വലിയ പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഒരു ഡെയിലി ഡ്രൈവായിട്ട് അതും ഏറ്റവും വിലക്കുറവിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഓപ്ഷൻ ഈ CMFന്റെ ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ക്രൂവും കാര്യങ്ങളും അഴിക്കലും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിലൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഫോൺ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസേജിനൊക്കെ പക്കയാണ്, അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട്. നിങ്ങളൊരു ഹെവി ഗെയിമറോ അല്ലെങ്കിൽ ഹെവി യൂസേജ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുകയില്ല. ഒരു ലൈറ്റ് വെയിറ്റ് യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ യൂസ് ഡേ ടു ഡേ ടാസ്കോ അല്ലെങ്കിൽ കോളിംഗ്, വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ അടിപൊളി ഒരു ഫോൺ തന്നെയാണ്. ഹെവി യൂസേജിന് ഒരിക്കലും ഞാൻ ഈ പ്രോസസ്സറും, അതായത് ഡയമൻസിറ്റിയുടെ 7300 എന്ന് പറഞ്ഞ പ്രോസസ്സർ ഒരിക്കലും ഒരു ഹെവി ടാസ്കിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോസസ്സർ അല്ല. അതുപോലെ ലൈറ്റ് യൂസേജിനും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേരൻസിന് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ഒരു ഫോണാണ്. 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണെന്ന് പറയാം. AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യം. ഇങ്ങനെയൊക്കെ ലൈറ്റ് വെയിറ്റ് ഉള്ള യൂസേജിനും അതുപോലെ തന്നെ പേരൻസിന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഈ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. പിന്നെ കുറെ നട്ടും ബോൾട്ടും ഇതിന്റെ കുറെ അഴിച്ചു പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വ്ളോഗേഴ്സ് ഒക്കെ ഇടുന്നു. അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അങ്ങനെ അഴിച്ചു പണിയാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് വശം പ്ലാസ്റ്റിക് ആണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുക്കുക. ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു കേസ് കൂടി നിങ്ങളുടെ പേരൻസിനൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ മേടിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ ഡിസ്പ്ലേ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല AMOLED ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാമറ ഒക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പൂവിന്റെയും കൈന്റെയും പടമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ക്യാമറ ഒട്ടും പോരാ. ഒരു ക്യാമറ സെൻട്രിക് ഫോൺ ആണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഈ ഫോൺ എടുക്കരുത്. ഇത് ക്യാമറ സെൻട്രിക് ഫോണേ അല്ല, അതുപോലെ തന്നെ പെർഫോമൻസ് സെൻട്രിക് ഫോണും അല്ല. അല്ലാതെ നോർമൽ യൂസേജിനും നോർമൽ ക്യാമറ യൂസേജിനും ഒക്കെ അടിപൊളിയാണ്. ഒരു 15,000 രൂപയുടെ ഫോണിൽ കാണുന്ന ക്യാമറയിൽ കിട്ടുന്ന ക്വാളിറ്റി ഒക്കെ ഈ ഫോണിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡറി ഫോണൊക്കെ നോക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ പേരൻസിന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്കും പറ്റിയ ഫോൺ തന്നെയാണ്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വാങ്ങാം. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്, സോഫ്റ്റ്വെയർ ഭാഗവും അടിപൊളി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ ഫോൺ കൺസിഡർ ചെയ്യുക. അല്ലാതെ ഹെവി ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഈ ഫോൺ കൺസിഡർ ചെയ്യരുത്. വെറും 15,000 രൂപയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെതായ പെർഫോമൻസും മാത്രമേ ഈ ഫോൺ തരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ നത്തിങ് ഫോൺ, CMFന്റെ നത്തിങ് ഫോൺ 1 കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഏത് ഓർഡർ ചെയ്താലും പിന്നെ ഈ കളർ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ബാക്ക് വശമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെ ചാർജർ പെട്ടിക്കകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് ചാർജർ വേണോ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരാഴ്ച ഈ ഫോൺ യൂസ് ചെയ്തതിൻ്റെ യൂസർ റിവ്യൂ. 1 മന്ത് യൂസർ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.